നമസ്കാരം, സച്ചിനാണ്. അതായത് ഇപ്പോഴത്തെ രക്ഷിതാക്കൾ കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, മറ്റൊന്നുമല്ല. അത് ഇനി ഉണ്ടാവാതിരിക്കാനാണ്. ഓക്കെ. ഇപ്പോൾ പുതിയ തലമുറയിലെ പേരൻസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ മൊബൈൽ കൊടുത്തിട്ട് എന്ത് ചെയ്യും? അവരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കും, അവരുടെ ശ്രദ്ധ തിരിക്കും, അവരുടെ വാശി മാറ്റും, അവരുടെ കരച്ചിൽ മാറ്റും, അല്ലേ? ഈ എളുപ്പപ്പണികളാണ് ഇപ്പോൾ രക്ഷിതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ആഫ്റ്റർ എഫക്ട്സ് ഞാൻ പറഞ്ഞുതരാം, മറ്റൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഭക്ഷണ രീതി. ഒരു കുട്ടിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണ രീതിയെ വല്ലാണ്ട് ബാധിക്കും. അവർക്ക് പോഷകാഹാരങ്ങളോട് ശ്രദ്ധയില്ലാതാവും, ഒരു മൈൻഡ് ഇല്ലാതെയാവും, താല്പര്യമില്ലാതെയാവും. ഓക്കെ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബ്രെയിനെ കുറിച്ചാണ്. അവരുടെ ശ്രദ്ധ, അവർക്കുള്ള ശ്രദ്ധ എന്ന് പറയുന്ന കാര്യം ഇല്ലാതെയാക്കുന്നത് വളരെ ചെറുപ്രായത്തിൽ മൊബൈൽ കൊടുക്കുന്നതിലൂടെയാണ്. പിന്നെ പഠനകാര്യത്തിൽ താല്പര്യം ഉണ്ടാവില്ല, പുറമെ പോയി കളിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, വീട്ടുകാരോട് സംസാരിക്കില്ല, നാട്ടുകാരോട് സംസാരിക്കില്ല, ഒരു ഉൾവലിയുന്ന പ്രകൃതം. അപ്പോൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ചെറുപ്രായത്തിൽ തന്നെ മൊബൈൽ കൊടുത്താൽ അവരുടെ സംസാര രീതി തന്നെ ഒരു മന്ദഗതിയിലായിട്ട് മാറും. പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനെ അവരുടെ ക്രിയേറ്റിവിറ്റി അടക്കം ഇല്ലാതെ ആക്കും. ഓക്കെ. നിങ്ങൾ പാരൻസ് നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും കുട്ടികളുടെ ഭാവിയെയാണ് ബാധിക്കുന്നത്. ഒരു 10 മാസം എടുത്ത എഫേർട്ട്, അല്ലേ, ജനിക്കാൻ വേണ്ടുന്ന എഫേർട്ട് നമ്മൾ എടുത്തതാണ് പാരൻസ്. അപ്പം അത്രയും ഒക്കെ എഫേർട്ട് ഉണ്ടാകുമോ ബാക്കിയുള്ള കാര്യങ്ങളിൽ? ഒരു 6 വയസ്സ് വരെ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം പോലും ഇല്ല. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകുന്നതിൻ്റെ റീസൺ വളരെ ചെറുപ്രായത്തിൽ മൊബൈൽ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അമ്മ മൊബൈൽ യൂസ് ചെയ്താലും ഇതൊക്കെ വരാം. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക.